ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയൊരു സീരീസാണ്. ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നൊരു സീരീസാണ്. ഞാൻ ഓരോ നറേറ്റീവിലും ഏത് കോയിൻസാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന സീരീസാണ്. എന്താണെന്ന് വെച്ചാൽ ഇനി വരുന്ന ബുൾ റണ്ണിൽ നമുക്ക് ഒരുപാട് പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്നത് സ്പോട്ട് ട്രേഡിംഗ്, അതായത് സ്പോട്ടിൽ നല്ല കോയിൻസ് വാങ്ങിയിട്ടുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഓരോ ദിവസവും ഓരോ വീഡിയോ വെച്ച് ഈ ഒരു സീരീസിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന നറേറ്റീവ് അല്ലെങ്കിൽ കാറ്റഗറി എന്ന് പറയുന്നത് ഗെയിമിംഗ് ആണ്. ഗെയിമിങ്ങിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഹോപ്പ് വെക്കുന്ന കോയിൻ ഏതാണ് എന്നാണ് നിലവിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ക്രിപ്റ്റോ കറൻസി വേൾഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാറ്റഗറികളുണ്ട്. അതിൽ വരുന്നതാണ് AI ഉണ്ട്, ഗെയിമിംഗ് ഉണ്ട്, റിയൽ വേൾഡ് അസറ്റുകളുണ്ട്. അങ്ങനെ ഒരുപാട് കാറ്റഗറി ഓഫ് കോയിൻസ് ഉണ്ട്, മീം കോയിൻസ് ഉണ്ട്. ഇതെല്ലാം വേറെ കാറ്റഗറിയാണ്. അപ്പോൾ ഈ ഓരോ കാറ്റഗറിയിലും ഏതാണ് ഏറ്റവും നല്ല കോയിൻ, ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ മീം കോയിൻസും നമ്മൾ ഈ ഒരു സീരീസിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഗെയിമിംഗ് നറേറ്റീവ്, അതായത് ഗെയിമിംഗ് കാറ്റഗറിയിൽ വരുന്ന കോയിനാണ്. ഗെയിമിംഗ് കാറ്റഗറിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന ഒരു ക്രിപ്റ്റോ കറൻസിയാണ് ഗാല ഗെയിംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഗാല ടോക്കണിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നിലവിലുള്ള പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $0.029 ആണ്. ഗാല ടോക്കണിന്റെ ഓൾ ടൈം ഹൈ പ്രൈസ് നോക്കുകയാണെങ്കിൽ $0.8 ആണ്. അതിൽ നിന്നും 96.5% നിലവിലെ വില താഴ്ന്നാണ് നിൽക്കുന്നത്, എന്ന് വെച്ചാൽ ഡംപിലാണുള്ളത്. ഓക്കെ, അപ്പോൾ വരുന്ന ബുൾ റണ്ണിൽ നമുക്ക് നല്ല റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഗെയിമിംഗ് നറേറ്റീവിലുള്ള ഒരു കോയിനാണിത്. ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ ഈ കോയിൻസ് മുഴുവൻ പൈസയ്ക്കും പർച്ചേസ് ചെയ്യാൻ പാടില്ല. ആ കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കുക. ഒരുപാട് നറേറ്റീവ് ഉണ്ട്, ഒരുപാട് കോയിൻസ് ഉണ്ട്, അതിൻ്റെ എല്ലാ വീഡിയോസ് വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഫണ്ടിൻ്റെ ഒരു 2-3% മാത്രം ഈ കോയിനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഇനിയും ഇതിനേക്കാൾ റിട്ടേൺസ് കിട്ടുന്ന ഒരുപാട് സെഗ്മെൻറ്റ് അല്ലെങ്കിൽ കാറ്റഗറീസ് നമ്മുടെ ക്രിപ്റ്റോ കറൻസിയിലുണ്ട്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ AI കോയിൻസ്, അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കോയിൻസ് ഒരുപാടുണ്ട്. അതിലേക്കൊക്കെ നല്ല രീതിക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുണ്ട്. ഓൾറെഡി ടെലഗ്രാം ചാനലിൽ ഫ്രീ ആയിട്ട് ടെലഗ്രാം ചാനലിൽ ഞാനൊരു ലിസ്റ്റ് ഷെയർ ചെയ്ത് കഴിഞ്ഞു. അതാണ് എൻ്റെ ടോപ്പ് ലിസ്റ്റ്. അതിൽ പെടാത്ത കോയിൻസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, ഈ ഒരു വീഡിയോ സീരീസിൽ ഈ ഒരു വീഡിയോയിൽ ഈ ഗാലനെ പറ്റി മാത്രമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നല്ല പൊട്ടൻഷ്യൽ ഉള്ള കോയിനാണിത്. അപ്പോൾ നിലവിലെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ $1.06 ബില്യൺ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഒരു കോയിൻ തന്നെയാണ്. അതുപോലെ തന്നെ നല്ല മാർക്കറ്റ് ക്യാപ്പിൽ എത്തി നിൽക്കുന്നതാണെന്ന് വെച്ചാൽ ഭയങ്കര മാർക്കറ്റ് ക്യാപ്പല്ല, 1 ബില്യൺ എന്നൊക്കെ പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് റേഞ്ചിൽ എത്തി. ഇനി തീർച്ചയായിട്ടും ഇനിയും ഇതിലേക്ക് പമ്പ് ചെയ്യാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. ഒരുപാട് മാർക്കറ്റ് ക്യാപ്പ് കൂടാനുള്ള സാധ്യതകളും ഉറപ്പായിട്ടും വരുന്ന ബുൾ റണ്ണിലുണ്ട്. അപ്പോൾ ഗെയിമിംഗ് നറേറ്റീവിൽ നിങ്ങളൊരു കോയിൻ നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഗാല എന്ന് പറയുന്ന കോയിൻ കൺസിഡർ ചെയ്യുക. ഒരിക്കലും ഇത് മിസ്സാക്കരുത് എന്ന കാര്യം പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഗെയിമിംഗ് കോയിൻസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്തിരിക്കാം. ലോങ് ടൈമിലേക്ക് വരുന്ന ബുൾ റണ്ണിലായിരിക്കും നമുക്ക് നല്ല റിട്ടേൺസ് കിട്ടുക. അല്ലാതെ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെയോ അടുത്ത ആഴ്ച ഒന്നും ഡബിൾ ആവുന്നൊന്നും പ്രതീക്ഷിക്കരുത്. നമ്മൾ ഇനിയും ഒരുപാട് കാറ്റഗറീസ് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട്, അതിൽ ഒരുപാട് കോയിൻസും പറയാനായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ വലിയ എമൗണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും സ്റ്റേക്കിംഗ് ഓപ്ഷൻ നിലവിലുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റേക്കിംഗ് റിവാർഡ്സ് തരുന്ന എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ബിട്രൂ തന്നെയാണ്. ബിട്രൂവിൽ നിങ്ങൾ സ്റ്റേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, സ്റ്റേക്ക് ചെയ്തിട്ട് നിങ്ങൾ റിവാർഡൊക്കെ കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കോൺടാക്റ്റിന് സപ്പോർട്ട് ചെയ്യേണ്ടി വരും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് വരാറുണ്ട് ബിട്രൂവിൽ. എന്തെങ്കിലും വിഡ്രോവൽ ഇഷ്യൂസോ എന്തെങ്കിലും റിവാർഡ് കിട്ടാത്ത ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. 2 മിനിറ്റിനുള്ളിൽ തന്നെ ഒരു വിഡ്രോവൽ ആക്കി തരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലോങ് ടൈമിലേക്ക് ഗാല വാങ്ങി വെക്കുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യാം, ഇതുപോലെ ബിട്രൂ എക്സ്ചേഞ്ചിൽ അക്കൗണ്ട് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റേക്ക് ചെയ്യാവുന്നതാണ്. സ്റ്റേക്കിങ്ങിൻ്റെ പേജിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്തുകൊണ്ട് സ്റ്റേക്ക് ചെയ്യാവുന്നതാണ്. ലിങ്ക് യൂസ് ചെയ്തതിന് പ്രശ്നമൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കയറി വന്നാൽ മതി. നിങ്ങൾക്ക് ഇവിടെ സ്റ്റേക്ക് ചെയ്ത് വെക്കാം. 50% ആണ് ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് 100 ഗാല ടോക്കൺ ഉണ്ടെങ്കിലാണ് മിനിമം സ്റ്റേക്ക് ചെയ്യാൻ പറ്റുക എന്ന കാര്യം മനസ്സിലാക്കുക. പിന്നെ നമുക്ക് ബിട്രൂന്റെ ടോക്കൺ ആയിട്ടുള്ള BTR എന്ന് പറയുന്ന കോയിൻ നമ്മുടെ വാലറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ എക്സ്ചേഞ്ചിന്റെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് 60% ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് മാറും. ഓക്കെ, 51.7 ആണ് നിലവിലുള്ളത്. 60%ലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇത്രയും BTR ടോക്കൺ വാങ്ങേണ്ടി വരും. അതൊന്നും ചെയ്യണമെന്ന് ഞാൻ പറയില്ല. 50% എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു റിട്ടേൺ റേറ്റ് ആണ്. അപ്പോൾ ലോങ് ടൈമിലേക്ക്, ഷോർട്ട് ടൈമിലേക്ക് 1-2 ദിവസത്തേക്കല്ല, ലോങ് ടൈമിലേക്ക് മാസങ്ങൾക്ക് നിങ്ങൾ വാങ്ങിയിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ബിട്രൂലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏത് സൈറ്റിലും ആണെങ്കിലും സ്റ്റേക്ക് ചെയ്യാം. എനിക്ക് കാണുന്ന ഏറ്റവും കൂടുതൽ ട്രസ്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു എക്സ്ചേഞ്ചിന്റെ ഒരു സ്റ്റേക്കിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ബിട്രൂ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പോലെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ അടിക്കാം. കാരണം ലോക്കോ കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് ഇന്ന് വിഡ്രോ അടിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഇന്ന് തന്നെ വിഡ്രോ ചെയ്യാൻ പറ്റും. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ലോങ് ടൈമിലേക്ക് ഗാലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ എക്സ്ചേഞ്ചിലോ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോമാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ വരുന്നത് ആ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. നല്ല റിട്ടേൺസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ഏതിലാന്ന് നോക്കുക. അതുപോലെ തന്നെ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചോ പ്ലാറ്റ്ഫോം ആണ് എന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് മാത്രം ഇതുപോലെ സ്റ്റേക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് വിഡ്രോ അടിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ വരും. അതൊക്കെ നോക്കുക. എന്നിട്ട് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗെയിമിംഗ് നറേറ്റീവ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കോയിനാണ് ഗാല. നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ AI നറേറ്റീവ്, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ വരുന്ന കോയിൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ നറേറ്റീവ് ഒരിക്കലും ഈ ബുൾ റണ്ണിൽ മിസ്സാക്കാൻ പാടില്ല. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ബുൾ റണ്ണിൽ ഏത് നറേറ്റീവിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീം കോയിൻ ആണ്. അത് പലർക്കും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം മീം കോയിൻ എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റലി ഒരു കാര്യങ്ങളുമില്ല, ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. പിന്നെ കമ്മ്യൂണിറ്റി ഡ്രോൺ ആയിട്ടുള്ള കോയിൻസ് ആണ് മീം കോയിൻ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ വരുന്ന ബുൾ റണ്ണിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാൻ പോകുന്നത് മീം കോയിൻസ് ആണ് എന്നതാണ് നമുക്കിപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇനി വരുന്ന മീം കോയിൻസിൻ്റെ വീഡിയോയിൽ
പറയാം. ഓൾറെഡി നമ്മൾ മീം കോയിൻ അങ്ങനെ ട്രേഡ് ചെയ്യാമെന്നുള്ള വീഡിയോ ഒന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല മീം കോയിൻസ് കണ്ടുപിടിക്കുക, അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഹൈ റിസ്ക് ആണ് മീം കോയിൻ, ഹൈ റിവാർഡിംഗുമാണ് എന്ന കാര്യം മനസ്സിലാക്കുക. പിന്നെ നമ്മൾ നോക്കിയത് ഗെയിമിംഗ് നെറേറ്റീവിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള ഒരു കോയിനാണ്, അതാണ് ഗാല. ഇനിയും നമുക്ക് ഒരുപാട് നെറേറ്റീവും കാറ്റഗറീസും വരുന്ന വീഡിയോസിൽ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. അതുപോലെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യില്ലേ, തീർച്ചയായിട്ടും ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. കാരണം എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ അവിടെയാണ് പോസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ കാര്യങ്ങളൊക്കെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എങ്കിൽ മാത്രമാണ് ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി എനിക്കൊരു മോട്ടിവേഷൻ കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു നെറേറ്റീവിൻ്റെ അടുത്തൊരു കോയിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. സീ യു സൂൺ, ബൈ.